കല്യാണ സദ്യയിലെ കുറുക്ക് കാളൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് കാരണമായിട്ടുള്ള കുറച്ച് സീക്രട്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ കുറച്ച് പണിയുള്ള കാര്യങ്ങളാണെങ്കിലും ഇത് വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു കുറുക്ക് കാളൻ്റെ രുചി നമ്മുടെ നാവൊന്ന് പോവില്ല, അത്രയും രുചിയാണ്. പക്ഷെ ഇന്ന് ഇതാർക്കും അധികം അറിയൂല, അറിഞ്ഞാലും ആരും ചെയ്യാനും തയ്യാറില്ല. കാരണം കുറച്ച് പണിയുണ്ട്, അതിൻ്റെ വറവിടലിനും കുറച്ച് പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൽ ചേർക്കുന്ന തൈര് തന്നെയാണ്. നമ്മൾ ചേർക്കുന്ന തൈരിൽ കറിവേപ്പിൻ്റെ കുറച്ച് മൂത്ത തണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. അത് തലേന്ന് തന്നെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൈരിലേക്ക് ഈ കറിവേപ്പിൻ്റെ ആ ഒരു മണവും ഗുണവും ഒക്കെ ഇറങ്ങി അതൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള തൈരാവും. ഇത് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ അവിയലോ കാളനോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാളൻ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമുളക് കുതിർക്കാനായിട്ട് വെക്കണം. അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ കായ, ചേന, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കായയുടെ തൊലി ആവശ്യമില്ല കേട്ടോ, നേന്ത്രക്കായയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 കായും ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇതുപോലെയാണ് കേട്ടോ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ടത്. മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ തൊലി കൊണ്ട് നല്ല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, അതുകൊണ്ട് അത് കളയൊന്നും വേണ്ടേ. ഇനി ചേനയും ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ചേനയും കായും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ചാക്കി വെക്കാം. 2 പച്ചമുളക് കൂടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കുരുമുളക് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കോരിയെടുത്ത് കൈപ്പത്തിക്കുള്ളിൽ വെച്ച് ഇതുപോലെ തിരുമ്മി കൊടുക്കണം. അപ്പോൾ അതിന് പുറത്തുള്ള ആ ഒരു കറുത്ത കോട്ടിംഗ് ഇല്ലേ, അതിങ്ങനെ കുറേയൊക്കെ ഇളകി വരുവേ. കഴിയുന്നത്ര ആ കറുത്ത തൊലിയും നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ ആ കറുത്ത തൊലി ഉൾപ്പെടെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കാളന് കറുത്ത കളർ വരും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മാറ്റിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ആ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. മാക്സിമം ചെയ്തെടുത്താൽ മതി, മുഴുവനായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇതിങ്ങനെ കലക്കി വെക്കണം. എന്നിട്ടിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വിടുന്ന ആ കറുത്ത കളർ ഭാഗമില്ലേ, അത് നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് വെക്കാം. പക്ഷേ ഇത് കളയൊന്നും വേണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാം, വേറെ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ചേർക്കാം. എന്തായാലും ഈ വിഭവത്തിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കളറിനെ ബാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് മാറ്റുന്നത്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ താഴെ ആ കുരുമുളകിൻ്റെ ഉള്ളിലുള്ള പരിപ്പിൻ്റെ പോർഷൻ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് അത് ആ വെള്ളത്തിലേക്ക് തന്നെ മിക്സ് ചെയ്യുകയാണ്. ഈ വെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കഷ്ണങ്ങളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയായിട്ടും ചേർക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഈ ഒരു കളറ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇപ്പോഴൊക്കെ എല്ലാവരും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുക, പക്ഷേ ട്രഡീഷണലായിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ വിഭവങ്ങൾക്കൊക്കെ അത്രയും രുചിയുള്ളതും. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ചേരുവകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. കഷ്ണങ്ങളൊക്കെ വെന്ത് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തൈരിൽ നിന്നും ആ ഒരു കമ്പുകൾ മാറ്റി വയ്ക്കാം. എന്നിട്ട് വറ്റി വന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് ഇളക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ തൈര് ചേർത്ത ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർക്കുക. കാരണം തൈരിലൊരു പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഒരുമിച്ച് അങ്ങ് ബാലൻസ് ചെയ്ത് ചേർക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുക കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പുളിയുള്ള തൈരായതുകൊണ്ട് 1.5 കപ്പ് ചേർത്തു. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 2 കപ്പ് വരെ തൈര് ചേർക്കാം. നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണെങ്കിൽ കറിവേപ്പില അടക്കം നമുക്ക് കഴിക്കാം. ഇനി ഇത് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സദ്യ ഐറ്റംസൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പോലെ ആയിരിക്കും, വ്യത്യാസങ്ങളുണ്ടാവും അല്ലേ. എന്നിട്ട് പോലും തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത അവിയലിൻ്റെ വീഡിയോയിൽ ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലും ഇതുപോലെ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ്സ് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ നമ്മുടെ കാളനിൽ തൈരെല്ലാം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കുറുകി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് നന്നായി തണുത്ത ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. കണ്ടോ, കുറുക്ക് കാളെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലായോ? അതിന് ശേഷമാണ് ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നത്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അരപ്പ് നല്ല പോലെ കാളനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ 2 കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഒന്നാമത്തെ ഉലുവ വറുത്ത് പൊടിച്ചത്, അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. രണ്ടാമത്തെ 1 ടീസ്പൂണോളം നല്ല പശുവിൻ നെയ്യ്. ഇത് രണ്ടും ചേർത്ത് ആ ഒരു കാളനിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക വാസനയാണ് കേട്ടോ. നമ്മൾ വറവ് പോലും ഇട്ടിട്ടില്ല എന്ന് ഓർക്കണം. ഇപ്പോഴേ ഇത് കഴിക്കാൻ ഭയങ്കര രുചിയാണ്. ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ രുചികരമായ കാളൻ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അവിയലിൻ്റെ റെസിപ്പി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്കിത് വറവിടാം. വറവിടുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. ചീനച്ചട്ടിയിൽ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുക് ധാരാളം ചേർക്കണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ സാധാരണ ചേർക്കുന്നതിനേക്കാൾ ഒരു 2 ടീസ്പൂൺ കൂടുതൽ കടുക് ചേർക്കണം. ഇനി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇളക്കി കൊടുക്കാം. വറ്റൽമുളകൊക്കെ അത്യാവശ്യം ചേർത്തോളൂ കേട്ടോ. ഇതങ്ങനെ സെർവ് ചെയ്യുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടെ അങ്ങനെ സെർവ് ചെയ്യണം. ഇനി കുറുക്ക് കാളൻ്റെ കൺസിസ്റ്റൻസി കാണണ്ടേ? കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കണം. അതായത് കയ്യിൽ നമ്മൾ ജസ്റ്റ് ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ ആ ചാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവില്ല. കണ്ടോ, എങ്ങനെ തിരിച്ചാലും മിക്സ് ആവില്ല. അത്രയും കുറുകി കട്ടിയായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കട്ടിക്കാളൻ അല്ലെങ്കിൽ കുറുക്ക് കാളൻ എന്നൊക്കെ പറയുന്നത്. കണ്ടോ, ഈ മുളക് ഇങ്ങനെ ഉടച്ചിട്ട് ആ ഒരു ഗ്രേവിയിൽ മുക്കി ഓരോ പീസും ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ ആ ഫീൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂട്ടിയിട്ട് ചോറ് കഴിക്കണം. പപ്പടവും കാളനും നല്ല ചൂട് ചോറും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ കാളൻ ഉണ്ടാക്കാൻ എടുക്കുന്ന ചേന നല്ല വേവുന്ന ചേന ആവണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ ടിപ്സൊക്കെ ഇതുപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഞാൻ ഓൾറെഡി കല്യാണ സദ്യ സ്റ്റൈൽ അവിയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അതുപോലെ ഈ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചെയ്തേക്കൂ കേട്ടോ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.